ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഞാനിപ്പോൾ ഉണ്ടല്ലോ മണിക്കുന്ന് മലേൻ്റെ മേലെ സൈഡിൽ ഏതോ ഒരു മൂലയിൽ ഞങ്ങൾ 6 ആളും കൂടി വന്നിട്ടുണ്ടല്ലോ. ഫോട്ടോ എടുക്കാനല്ല, നല്ല സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. എന്താ പറയുക, എനിക്കെന്താ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് അടിപൊളിയായുള്ള സ്ഥലം, എനിക്കെന്താ പ്രത്യേകിച്ച് ഒന്നും പറയാൻ കിട്ടില്ല. എടാ വീണ നോക്കണം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ചെറിയേക്കാ സ്പോട്ട് പറഞ്ഞു, ഇതാണ് സ്പോട്ട്. നോക്കി എടാ ശ്രദ്ധിച്ചിരിക്കും, വീയണ്ട കേട്ടോ. വീണ കഴിഞ്ഞാൽ വ്യൂ ഒക്കെ നോക്ക്. ഓ എന്താ പറയാ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ കിട്ടില്ല ഈ ഭാഗത്തുനിന്ന്. ഇവിടുന്ന് ആ ദൂരേക്കൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. എന്ത് രസറിയോ, എനിക്ക് കാര്യം പറഞ്ഞുണ്ടല്ലോ, എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല. ഓരോരുത്തർ തായ്ക്കൊക്കെ ഇറങ്ങിയിട്ട് ബിസ്ക്കറ്റും മിക്സറൊക്കെ തിന്നുകൊണ്ട് നിൽക്കണം. എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല. എന്ത് രസറിയോ, ഇവിടുന്ന് അങ്ങോട്ട് വ്യൂ കാണുമ്പോഴല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നേ. ഇനി ഫസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ പറയേണ്ടത് ഒന്നും പിടികിട്ടിയില്ല. ഇവിടെ ഞാൻ കുറേ നേരം കടന്ന്, എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ തോന്നിയില്ല. ഞാനുണ്ടല്ലോ വീട്ടിൽ നിന്ന് എന്തൊക്കെ വിചാരിച്ചിട്ടാണ് അറിയാമെന്നേ, ഇവിടെ വന്നിട്ട് വ്ളോഗ് എടുക്കുക, അടിപൊളിയാക്കാം, നല്ല വാർത്ത ഓരോ സാധനങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഞാൻ ആകെ സൈലൻ്റ് ആയിപ്പോയി. എനിക്കൊന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയായ സ്ഥലം. കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കണം. എൻ്റെ ഈ ചിരി തന്നെ ഉണ്ട്, എത്ര നേരം ഉണ്ട് എഴുതാൻ അറിയാമോ. എൻ്റെ മുഖത്ത് ഈ ചിരി പോകുന്നില്ല. അവിടെ പൂജ കഴിഞ്ഞ് പോകുന്നേ, പൂജ സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല, ഫുള്ള് തിരക്കടിക്കും. പിന്നെ അത് മാത്രമല്ല അത് കുറച്ചധികം ചൂടുണ്ടാവും. ഇറങ്ങാം. എന്താ എൻ്റെ മൈൻഡ് ഫുള്ള് എങ്ങോട്ട് ഫുള്ള് അങ്ങോട്ട് കാലിയായി പോയി. എന്തൊക്കെ വിചാരിച്ചാൽ അത് ഫുള്ള് കാലിയായി പോയി, ഒന്നും പറയാൻ കിട്ടില്ല. അപ്പോൾ ഇനി ഞങ്ങൾ എവിടെ എത്തുന്ന അറിയാം. ഇനി ഇതിൽ കൂടെ നടന്നു പോയിട്ട് അത് കാണുന്നില്ലേ, അതിൻ്റെ മേലെ ഭാഗത്ത് എത്തണം. അപ്പോൾ നോക്കി അവിടെ നിന്ന് എത്ര ദൂരം നടന്നു വന്നതെന്ന് അറിയോ. ഞാൻ വന്ന പോലെയല്ലോ കേട്ടോ തിരിച്ചു പോകുന്നത്. വന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മനസ്സിലും തലയിലൊക്കെ എന്തൊക്കെ നിറഞ്ഞിടക്കായിരുന്നു. എൻ്റെ മനസ്സിലും എൻ്റെ തലയിലൊക്കെ എന്തൊക്കെയോ നിറഞ്ഞിടക്കായിരുന്നു. ഇവിടെ വന്ന് ആ സ്ഥലത്ത് കുറച്ച് നേരം കടന്നിറങ്ങി. ഇങ്ങനത്തെ പുല്ലില്ലേ, പുല്ലിൽ കുറച്ച് നേരം കടന്ന്, പിന്നെ പാറേൻ്റെ വരെ കുറച്ച് നേരം കടന്ന് എണീറ്റപ്പോൾ ഉണ്ടല്ലോ മൈൻഡ് ആകെ അങ്ങനെ ഫുള്ളായിട്ട് ഫ്രഷായി. കുപ്പി അറിയുന്നില്ല, അത് കോഴി തരുന്നവർ അത്ര തരുള്ളൂ. ഇവിടെ കയറുമ്പോൾ അത്ര പാടില്ലായിരുന്നു. ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഇറങ്ങുമ്പോൾ കാലായിട്ട് വിറയ്ക്കുക, ഇറങ്ങുമ്പോൾ കാല് വിറയ്ക്കണ്ടേ. ഇവിടെ നിന്ന് കാണുന്നുണ്ടോ, അവിടെ ഒരു റോഡ് പോലെ കണ്ടോ, ഇവിടെ റോഡ് പോലെ കാണുന്നുണ്ടോ, മേലോട്ടൊരു കയറ്റം പോലെ ഒരു ഓറഞ്ച് വീടുണ്ടോ ഭാഗത്തായിട്ട്, ക്ലിയർ ആവാത്തായിട്ട്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഞങ്ങളെ വീടുള്ളത്. അതാണ് ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള തെങ്ങിൻ തോട്ടമൊക്കെ അല്ലേ, തെങ്ങിൻ തോട്ടം അതാ കാണുന്നത്. ഞങ്ങൾ ഇതിൽ കൂടെ ഡെയിലി ഇങ്ങനെ നടക്കുക, ഇതിൽ കൂടെ നടന്നിട്ട് ഇങ്ങനെ നടന്നു പോയിട്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരും, പിന്നെ ഇങ്ങനെ തിരിച്ചു വരും. ഈ സ്ഥലമൊക്കെ നോക്ക്, ഇവിടെ വാഴത്തോട്ടത് ഞാൻ വെച്ച് ഗ്രൗണ്ടായിരിക്കുന്നു കേട്ടോ. അതൊക്കെ ക്ലിയർ ഇല്ലേ. ഞാൻ സാധാരണ ഇതേപോലത്തെ ഓരോരോ പരിപാടിക്കാണ് പോവാത്ത. കാരണം എന്താണെന്നറിയോ, എനിക്ക് പോകാൻ താല്പര്യമൊക്കെ ഉണ്ട്. പോയി കഴിഞ്ഞാൽ എൻ്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ എനിക്കറിയണ ആരെങ്കിലുമൊക്കെ കണ്ടുണ്ടല്ലോ, ഞാൻ ഇഗ്നോർ ചെയ്യുക. എനിക്ക് എന്താ അറിയില്ല, ഇഗ്നോർ ചെയ്യുക ഞാൻ. പക്ഷേ അതെനിക്ക് ആകെ ബോറായി തോന്നുന്നുണ്ട്. അതാണ് ഞാൻ അധികം സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാത്തത്. ഞാൻ ഈ മല അറിയാൻ തന്നെ അങ്ങനെ വരണ്ടെന്ന് വിചാരിച്ചതാണ്. ഇപ്പം എനിക്ക് നടക്കാൻ തോന്നുന്നില്ല. കുത്തനെയുള്ള ഇറക്കുക, വ്ളോഗ് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റൂല. സത്യം പറഞ്ഞാൽ എനിക്ക് മണിക്കുന്ന് മലേൻ്റെ മേലെ വീട് വെക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ വീട് വെച്ചാലും ടാസ്ക്കാണ്. വല്ല സിപ്പ് ലൈനോ വേറെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും തായ്ക്ക് മലിക്കാൻ പോകാൻ. മറ്റേ പഴനിയിലൊക്കെ കണ്ടില്ലേ, ഒരു ബസ് പോലത്തെ സാധനം മേലേക്ക് തടിക്കും പോണേ, ഒരു കയറിൽ, അതേപോലെ തന്നെ അടിപൊളിയാവൂലേ. ആഹാ സുഖം, ഇതിനെത്ര സുഖം വേറെ എവിടെ പോയാലും കിട്ടൂല. എന്തോ ഈ മലയിൽ നിന്ന് ആ മലയ്ക്കൊരു നോട്ടം. അതാവാത്തായിട്ട് വീടും ആട്ടോ. അത് കാര്യം നടക്കാൻ തോന്നില്ല, താഴേക്ക് പോകാനും തോന്നില്ല. താഴേക്ക് ഇറങ്ങുമ്പോൾ കാലൊക്കെ വിറയ്ക്കാന്ന്, കാല് വിറച്ചുകൊണ്ട് നിൽക്കുക. നിൻ്റെ വിറയ്ക്കേണ്ട കാല്, എൻ്റെ കാലിലെ ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി ഗ്രിപ്പ്, കാലിന് കുറച്ചും കൂടി പവർ ഇങ്ങനെ കൂട്ടി അങ്ങ് വെക്കേണ്ടി വരും. ഒരുമാതിരി എന്താ വൈക്കൽ പോലെ നമുക്ക് മഴക്കാലത്ത് ചളിയിലൊക്കെ ചവിട്ടുമ്പോൾ നരിങ്ങി പോകില്ല, അതേപോലെ പുല്ലൊക്കെ ചവിട്ടുമ്പോൾ അങ്ങോട്ട് നരിങ്ങി പോവുക. ചെരുപ്പിട്ടിട്ട് ഇറങ്ങാൻ പറ്റൂല. അതാരാ? അമ്മയായിരിക്കും.
അല്ലെങ്കിൽ അവരായിരിക്കും. നേരത്തെ അവർ ഫ്രണ്ട് പോയിരുന്നു. ഞങ്ങൾ 3 ആൾ ഇവിടെ കടന്നുറങ്ങുക. ഇത് 1, ഇത് 2, ഇത് 3. ഹലോ ആ ഞങ്ങൾ വന്നോണ്ടിരിക്ക. ആ ഉദയ മുന്നിൽ വന്നു. ഞങ്ങളിവിടെ കടന്നുറങ്ങുക. ഇതിനെത്ര സുഖം വേറെ എവിടെ പോയാലും കിട്ടില്ല. ഏത് ഫ്ലാറ്റിൻ്റെ മേലെ പോയിരുന്ന് ഇങ്ങനെ കടന്നാലും കിട്ടൂല. അതാണ് പ്രകൃതിയുടെ ഭംഗി. അതാണ് പ്രകൃതിയുടെ ഭംഗി. എനിക്ക് നേരത്തെ ഉണ്ടല്ലോ രാവിലെ എനിക്ക് അത് ചടപ്പായി പോയിട്ടോ. എനിക്ക് അത് ചടപ്പായി പോയി. മേലെ പോയിട്ട് എന്താ പറയേണ്ടത് പോലും എനിക്ക് മനസ്സിൽ വന്നിട്ടില്ല. ഒന്നും പറയാൻ വരെ തോന്നിയില്ല. അത്രയ്ക്ക് ഇതായിപ്പോയി. ഞാൻ അത്രയ്ക്ക് പ്രകൃതിയിൽ ലയിച്ചു പോയി. പ്രകൃതിയിൽ ലയിച്ചു പോയി. എൻ്റെ വായിലും എൻ്റെ മുഖത്ത് ചിരി ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അത് മാറില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ എന്തെങ്കിലും താഴെ പോയി ഇറങ്ങട്ടെ. നിങ്ങൾ ഐസ്ക്രീം മേടിച്ചോ? ഐസ്ക്രീം നമുക്ക് മേടിക്കാം. താഴെ ഐസ്ക്രീം വണ്ടി ഉണ്ടാവും. 11 മണിയായോ? എടാ ഞാൻ സമയം കാണിച്ചിട്ട് ഇപ്പോൾ എത്ര മണിയായിരുന്നു? 10:54. നമ്മൾ വീട്ടിൽ പോയില്ലൊക്കെ എത്ര ഇരുടായിരിക്കൂലേ എൻ്റെ മോനെ. 11 മണി ആവാനായിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു ഉച്ച 1 മണി 2 മണി കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ നമുക്ക് എത്ര മണിക്ക് ഇവിടുന്ന് ഇറങ്ങുക? 11:30 ഇറങ്ങാല്ലേ? അതിന് കുറച്ച് റെസ്റ്റ് ചെയ്യല്ലേ? കാലൊന്ന് ഫ്രീ ആവട്ടെ. അതിന് നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാം. കാറ്റാണ്. തല ഇങ്ങനെ ആക്കി കിടക്കണമെന്നുണ്ട്. ഇങ്ങനെ കിടന്നാണ്ട് തല അങ്ങോട്ട് പൊന്തി പോവുക, കൈത്ത് പൊന്തി പോവുക. അവിടെ എന്തോ ഒരു ഗ്രിപ്പ്, എന്തൊക്കെയോ സാധനം, എന്താ കട്ടിയുള്ള പാറൻ്റെ പൈതി എന്താ പോകുന്നത്. തല ഇങ്ങനെ കൈത്ത് ഇങ്ങനെ പൊന്തി പോവുക. അച്ഛൻ്റെ തൊപ്പിയാ. അച്ഛന് ഞാൻ കൊടുത്തില്ല. അവൻ ചോദിച്ചു, ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞേ, എൻ്റെ തലയിൽ മുടി കുറവാണ്, നിൻ്റെ തലയിൽ നല്ല മുടി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ തൊപ്പി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ തൊപ്പി തലയിലിട്ട് ഇങ്ങനെ കിടക്കുക. മേലെ ഭാഗത്തുനിന്ന് അധികം എടുക്കാൻ പറ്റാത്തത് കാരണം എന്താ അറിയോ? ചാർജ് തീരുന്നുള്ള പേടി, പിന്നെ വ്ളോഗ് എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അവിടുന്ന് അധികം സംസാരിക്കാനേ പറ്റിയില്ല. അപ്പോൾ അതിനുള്ളിൽ ഞാൻ സോറി അറിയാം കേട്ടോ. എനിക്ക് അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താ പറയുക, നല്ല ഹാപ്പിനെസ് ഫീൽ ചെയ്ത്, പിന്നെ നല്ല ഫ്രീഡം കിട്ടിയ പോലെ ആയിപ്പോയി. ആണ് ഞാനൊക്കെ ലയിച്ചു പോയി. പ്രകൃതിയിൽ ഞാൻ ലയിച്ചു പോയി. എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും വായിൽ വന്നിട്ടില്ല. സ്റ്റേജ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേജ്. ചാർജ് തീരല്ല. അപ്പോൾ നേരെ വീട്ടിൽ പോയിട്ട് കുത്തി വെച്ചിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അയ്യോ വലിയ കാലൊക്കെ വിറയ്ക്കായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ വീട്ടിലെത്തട്ടെ. ഇപ്പം ഞാൻ വീട്ടിലെത്തിയിട്ട് കേട്ടോ. വീട്ടിലെത്തി മൊബൈലിൽ ചാർജ് കുത്തിയിട്ടിട്ട് അപ്പോൾ തന്നെ ഡാമിൽ പോയി കുളിച്ച് വീട്ടിലേക്ക് വന്നതുകൊണ്ട് ഇപ്പോൾ മൊബൈലിൽ കുറച്ച് ചാർജ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയും ചാർജ് ചെയ്യണം. വ്ളോഗ് ഇനി എടുക്കാനുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. കുളിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നല്ല ചൂടെല്ലാം പോയി വേർപ്പെല്ലാം പോയപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. എനിക്ക് കണ്ണ് വരെ നല്ല മര്യാദയ്ക്ക് തുറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഉറക്കം വരുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാൻ കടന്നു തുടങ്ങിയിട്ടില്ല. എഡിറ്റ് ചെയ്യില്ല, അപ്ലോഡ് ചെയ്യല്ലോ. ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ 11 മണിക്ക്, തീർന്നത് 3 മണി കഴിഞ്ഞ്. എന്നിട്ട് അപ്ലോഡ് ആയിട്ടില്ല. എന്നിട്ട് വേറെ ചെക്കൻ്റെ ഹോട്ട്സ്പോട്ട് എടുത്തിട്ടാണ് ഞാൻ അപ്ലോഡ് ആക്കിയത്. പോകുന്ന വഴിയിൽ നിന്ന് മല കയറാൻ പോകുന്നതിൻ്റെ വഴിയിൽ നിന്ന് അപ്ലോഡ് ആക്കിയത്. സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും നേരം കടന്നുറങ്ങിയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ പുറത്തേക്ക് കുറച്ച് ഇരിക്കാവുന്നതാണ്. അകത്തെ റൂമിൽ ഫുള്ള് ചൂടായതുകൊണ്ട് പുറത്ത് കുറച്ച് ഇരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ രാത്രി പറഞ്ഞുതരാമെന്ന്. എന്തൊരു മലേൻ്റെ മേലെ കയറുമ്പോൾ അധികം കുഴപ്പമൊന്നുമില്ല. പിന്നെ കയറി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴല്ലോ, നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ ഇറക്കായിരിക്കുമല്ലേ. അത് മാത്രമല്ല നല്ല വൈക്കണ പുല്ലുണ്ട്. ഉണങ്ങിയ പുല്ലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും പാറേൻ്റെ വലയക്കോടൊക്കെ. അപ്പോൾ അതൊക്കെ ചവിട്ടി ഇങ്ങനെ ഇറങ്ങുമ്പോഴല്ലോ കാലിങ്ങനെ ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് കാലിങ്ങനെ ഉറപ്പിച്ച് ഇങ്ങനെ കുത്തിനുള്ള ഇറക്കൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ ഇറക്കേണ്ടി വരും കേട്ടോ. ഇറങ്ങുമ്പോൾ കാല് വിറക്കിലാണ്. എന്തൊരു വിറക്കിലായിരുന്നു പറയും കാലൊക്കെ. കാലിൽ നേരൊക്കെ പൊട്ടി കിടക്കായിരുന്നു. ചെരുപ്പിടാതെയാണ് കയറിയത്. ചെരുപ്പിട്ട് കയറിയില്ല ഞാൻ. ചെരുപ്പിടാതെയാണ് കയറിയത്. ഷൂ ഇട്ട് കയറണമെന്ന് വിചാരിച്ചാൽ പുതിയ ഷൂ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഷൂ ഇട്ട് കയറിയില്ല കേട്ടോ. ഷൂ ചുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഷൂ ഇട്ട് കയറിയില്ല. ചെരുപ്പ് ഇട്ടിട്ട് കയറണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ചെരുപ്പിൻ്റെ പകുതി ഭാഗം പൊട്ടി കിടക്കായിരുന്നു. ഞാൻ വീട്ടിൽ ഇട്ടുകൊണ്ടാണ് ചെരുപ്പായിരുന്നു ഇട്ടുകൊണ്ടായത്. പുതിയതിട്ടിട്ടും കാര്യമൊന്നുമില്ല. മലേൻ്റെ ടോപ്പൊക്കെയല്ലേ പോകുന്നത്. അപ്പോൾ പുതിയതിട്ടിട്ടൊന്നും കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലിടുന്ന ചെരുപ്പായിരുന്നു ഇട്ടുണ്ടായത്. ചെരുപ്പിടാതെയാണ് കയറി. ചെരുപ്പ് കൈ പിടിച്ചിട്ടാണ് കയറിയത്. ചെരുപ്പ് കൈ പിടിച്ചിട്ടാണ് ഇറങ്ങിയത്. അവിടെ സ്ഥലം ഉണ്ടല്ലോ. അവിടെ പോയപ്പോൾ ഞാനാകില്ല. എനിക്ക് എന്താ പറയേണ്ട വരെ അറിയാതായിപ്പോയി. ഇന്നേരമല്ല നമ്മളിപ്പോൾ കിടന്നുറങ്ങി പോയി വന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ കിടന്നുറങ്ങിയിട്ട് പിന്നെ ഇപ്പോൾ കുറച്ച് നേരത്തെ എണീക്കണേ ഉള്ളൂ. ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ.